ഹായ് മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിനെ പറ്റി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോട് ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ജോബ് എന്തുകൊണ്ട് നമ്മൾ ചൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ മോട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങും. എന്തുകൊണ്ട് നമ്മൾ ഒരു ഗവൺമെന്റ് എക്സാം അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല ആളുകളും ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണടാ നിങ്ങൾ ഗവൺമെന്റ് ജോബ് സെലക്ട് ചെയ്തത്? ചില ആളുകൾ പറയുന്നത്, സാർ അത് സേഫ് ആയിട്ടുള്ള ജോബാണ്, അല്ലെങ്കിൽ ലീവ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സെക്യൂർ ആയിട്ടുള്ള ജോബാണ്, അല്ലെങ്കിൽ വർക്കിന്റെ പ്രഷർ ഇല്ല, ഇങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഗവൺമെന്റ് ജോബിലേക്ക് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അപ്പോൾ ഞാൻ ആ ക്ലാസ്സിൽ കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും ഒരു സേഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചലഞ്ചസ് ഒന്നും ഏറ്റെടുക്കാൻ വയ്യാത്ത ഒരു ജോബ് എന്ന രീതിയിലല്ല നിങ്ങൾ ഒരിക്കലും ഗവൺമെന്റ് ജോബിനെ കാണേണ്ടത്. അതിൽ ഒരുപാട് ചലഞ്ചുകളുണ്ട്, അതിൽ ഒരുപാട് സർവീസസ് ഉണ്ട്. നമുക്കൊരു സർവീസിൽ കയറി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു പൊസിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊരു സർവീസ് എന്ന നിലയ്ക്കാണ് നിങ്ങൾ ഇതിനെ കാണുന്നതെങ്കിൽ ഗവൺമെന്റ് ജോബ് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് തന്നെയാണ്. അതിന് ഞാൻ കുട്ടികളോട് പറയും, ഇപ്പൊ സിവിൽ സർവീസ് ഒക്കെ നേടിയെടുക്കുന്ന ആളുകളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും മണി മേക്കിംഗ് മാത്രം കൊണ്ടല്ല അവർ ആ ജോബ് സെലക്ട് ചെയ്യുന്നത്. അവർക്ക് കിട്ടുന്ന ആ പൊസിഷൻ കൊണ്ട് അവർക്ക് സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് സിവിൽ സർവീസ് ജോബ് നമ്മുടെ നാട്ടിൽ ഏറ്റവും അട്രാക്റ്റീവ് ജോബായി നിൽക്കുന്നത്. അതേപോലെ തന്നെ റെയിൽവേയിലും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനിലും കിട്ടുന്ന പോസ്റ്റുകൾ എല്ലാം തന്നെ വളരെയധികം സർവീസ് ഓറിയന്റഡ് ആണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഒരു പോസ്റ്റിനെ പറ്റിയാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, അല്ലെങ്കിൽ ഒരു സർവീസ്, നല്ലൊരു സർവീസ് ആഗ്രഹിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഏറ്റവും കിടിലമായിട്ടുള്ള ഒരു പോസ്റ്റായ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റാണ്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ. ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ്, സാർ എങ്ങനെയാണ് റെയിൽവേയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവാനായിട്ട് സാധിക്കുന്നത്, എന്ത് പരീക്ഷയാണ് എഴുതേണ്ടത്? ഇനി അത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങളുടെ മനസ്സിൽ ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ലാതെ ഞാൻ പറഞ്ഞോട്ടെ, ഇപ്പോൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്. RRB NTPC 2026 RRB NTPC നോട്ടിഫിക്കേഷൻ ഈ മാസം 20-ാം തീയതി വന്നു. ഒരു മാസത്തെ ടൈമാണ് നമുക്കുള്ളത് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ എന്ത് ചെയ്യുക, ഈ റെയിൽവേയിൽ ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സ്റ്റേഷൻ മാസ്റ്റർ മാത്രമല്ല കേട്ടോ, ഒരുപാട് പോസ്റ്റുകൾ വിളിച്ചിട്ടുണ്ട്. ഗൂഡ്സ് ട്രെയിൻ മാനേജർ വിളിച്ചിട്ടുണ്ട്, സീനിയർ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ ആ പോസ്റ്റുകളിലേക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, മസ്റ്റ് ആയിട്ടും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ലൈവ് ആണ്, അത് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ അപ്ലൈ ചെയ്യണം, എന്താണ് നോട്ടിഫിക്കേഷൻ എന്നൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ മറ്റു വീഡിയോസ് ഉണ്ട്. ഈ വീഡിയോയിൽ ഞാൻ മെയിൻലി നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സ്റ്റേഷൻ മാസ്റ്ററിന്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ, എങ്ങനെയാണ് സ്റ്റേഷൻ മാസ്റ്റർ ജോബ്, എങ്ങനെയാണ് നമുക്ക് അതിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്, എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളോട് ജസ്റ്റ് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഹയസ്റ്റ് പൊസിഷൻ തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയാ കോമ്പൻസേഷൻ, നമുക്ക് ഇതിന്റെ മെയിൻ ആയിട്ട് പറയേണ്ടതെന്ന് പറയുന്നത്, ഇതിന്റെ ഒരു ഹൈറാർക്കി, നമ്മൾ ഒരു പേ ലെവൽ 6, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പേ ലെവൽ 6 എന്ന് പറയുന്ന പേ സ്കെയിൽ, നമുക്ക് എന്താണ് സാലറി കിട്ടുന്നത്? പേ ലെവൽ 6 എന്താണ്? പേ ലെവൽ 6 അത്യാവശ്യം റെയിൽവേയിൽ കയറുമ്പോൾ ഒരു ഉയർന്ന സാലറി സ്കെയിലാണ് പേ ലെവൽ 6 എന്ന് പറയുന്നത്. പേ ലെവൽ 6 എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അതിന്റെ ഒരു ബേസിക് തുടങ്ങുന്നത് ഏകദേശം ഒരു 35,000 ആണ് ഒരു ബേസിക് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, എപ്പോഴും ബേസിക് എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ശമ്പളം മാത്രമേ ആവുന്നുള്ളൂ. അതിന്റെ ഒപ്പം എന്തുണ്ട്? DA ഉണ്ട്, HR ഉണ്ട്, അലവൻസ്, ഒരുപാട് അലവൻസസോടെ ചേർന്നതിന് ശേഷം ഈ ഒരു സാലറി, പേ ലെവൽ 6-ലുള്ള സാലറി എന്ന് പറയുമ്പോൾ ഏകദേശം 75,000 to 1 lakh വരെ വരുന്ന രീതിയിലുള്ള ഒരു സാലറി ആയിരിക്കും ആർക്ക് കിട്ടുന്നത്? റെയിൽവേയിൽ സ്റ്റേഷൻ മാസ്റ്റർ ജോലിയിലേക്ക് പേ ലെവൽ 6-ൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ബേസിക് മനസ്സിലായി. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാലറി, അത് നിങ്ങൾ മനസ്സിലാക്കണം, നമുക്കിപ്പോ വന്നിരിക്കുന്ന 7-ാം ശമ്പള കമ്മീഷൻ മാറിയിട്ട് ഇനി 8-ാം ശമ്പള കമ്മീഷനിലേക്ക് എത്തുകയാണ് 2026 മുതൽ. അപ്പോൾ ഈ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് നേരെ ഞാൻ പറഞ്ഞതുപോലെ ഒരു 1,25,000 എന്നുള്ള രീതിയിലേക്ക് സാലറി സ്കെയിൽ മാറാൻ
മാറാനായിട്ട് പോവാണ്. അപ്പം നമ്മൾ പേ ലെവൽ അനുസരിച്ച് നമുക്ക് ഏറ്റവും നല്ലൊരു പേ ലെവൽ കിട്ടുന്ന സംഭവമാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ജോബ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്. ഇനി അതിന്റെ മെഡിക്കൽ സ്റ്റാഫ്, അപ്പൊ ഈ ഓക്കെ പലരും ചോദിക്കും സാർ ഇത് സാലറി ഒക്കെ നമുക്ക് കിട്ടിയാൽ നല്ലതാണ്, പക്ഷെ എന്താണ് ഇതിന് കയറുന്നതുമ്പോ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? മക്കളെ, ഒരു 2 ലെവൽ എക്സാം ആണ്. അതായത് CBT1 CBT2 എന്ന് പറയുന്ന 2 ലെവൽ എക്സാംസ് ഉണ്ട്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ CBT1 എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. CBT1 എക്സാം, അതുപോലെ CBT2 പരീക്ഷ, ഇങ്ങനെ 2 ഓൺലൈൻ എക്സാംസ് ആണ് നമുക്ക് വരുന്നത്. ഇതിൽ പഠിക്കാനായിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റ്യൂഡ് മാത്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്, അതുപോലെ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ട്, ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്, GK എന്ന് പറയുമ്പോൾ ജനറൽ അവയർനെസ് പ്ലസ് ജനറൽ സയൻസ്, കൃത്യമായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ചേർന്ന് വരുന്ന സബ്ജക്റ്റുകൾ. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്? 100% പരീക്ഷയുടെ 100% വരുന്നത് ഈ 3 ഏരിയകളിൽ നിന്നാണ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ എന്താണ്? CBT1 CBT2 എന്ന് പറയുന്ന 2 പരീക്ഷകളുണ്ട്. ഈ 2 പരീക്ഷകൾക്കും എന്താണ് പഠിക്കേണ്ടത്? മാത്സ് പഠിക്കണം, റീസണിങ് പഠിക്കണം, അതേപോലെ നമ്മൾ എന്ത് പഠിക്കണം? നമ്മുടെ ജനറൽ അവയർനെസ്. അതിനകത്ത് ജനറൽ GKയുടെ സൈഡിൽ വരുന്നത് ഫിസിക്സ്, നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, പൊളിറ്റി, സ്ട്രാറ്റജിക്ക്, കറണ്ട് അഫയേഴ്സ് പോലെയുള്ള കാര്യങ്ങളും, ജനറൽ സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇതെല്ലാം കൂടെ ചേർത്ത് ഏകദേശം ഈ ഒരു പാർട്ട് തന്നെ 40% ഈ ഒരു പാർട്ട് 40% പരീക്ഷയാണ്. ഈ ഒരു പാർട്ട് 30% ഉണ്ട്, ഈ ഒരു പാർട്ട് 30% ഉണ്ട്. അങ്ങനെ ടോട്ടൽ 100% ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, ഇതെങ്ങനെ പഠിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോ ഇത് NTPC വിളിച്ചിരിക്കുന്നത് ഏതൊക്കെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാ? അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ മെയിൻലി അതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ഡിഗ്രി ക്വാളിഫിക്കേഷൻ ആണ്. എനി ഡിഗ്രി ആണ് കേട്ടോ, എനി ഡിഗ്രി. നിങ്ങൾക്ക് ഇപ്പോ BCom ആവാം, അല്ലെങ്കിൽ BA ആവാം, അല്ലെങ്കിൽ BTech ആവാം, അല്ലെങ്കിൽ BSc ആവാം, ഏത് ഡിഗ്രി ആയാലും മതി. അപ്പൊ ഡിഗ്രി ഉണ്ടാവണം എന്നുള്ളത് സ്റ്റേഷൻ മാസ്റ്റർ എക്സാമിന് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ പരീക്ഷയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു മാനദണ്ഡമാണ് നമുക്ക് ഡിഗ്രി ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ ഡിഗ്രി ഉള്ള ഏതൊരാൾക്കും ഇപ്പൊ നോട്ടിഫിക്കേഷൻ ലൈവ് ആണേ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഉടനെ പോയി ആ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തിട്ട് മാത്സ്, റീസണിങ്, GK സബ്ജക്ട്സ് ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ CBT1 CBT2 രണ്ടിനും ഒരേ കാര്യം തന്നെയാണ് പഠിക്കേണ്ടത്. അങ്ങനെ 2 പരീക്ഷകൾ ഉണ്ടാവും. ഈ പരീക്ഷകൾ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഡിക്കൽ വെരിഫിക്കേഷനും അതുപോലെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മാത്രമേ ഉള്ളൂ. ഇന്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല. ഈ മെഡിക്കൽ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷൻ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഇത്തരം എക്സാംസിന്റെ മെഡിക്കൽ ഫെയിൽ ആവും. അപ്പൊ വിഷൻ എന്ന് പറയുന്നത് 6/9 ആണ് ഉണ്ടാവേണ്ടത്. അതായത് A2 ആണ് ഇതിന്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് വരുന്നത്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു ഐ ടെസ്റ്റ് നടത്തി കൃത്യമായിട്ട് 6/9 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് നമുക്കുണ്ടോ, A2 എന്ന് പറയുന്ന സ്റ്റാൻഡേർഡിലാണോ നമ്മൾ വരുന്നതെന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? വെരിഫൈ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഏകദേശം ഒക്കെയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന്റെ പേ ലെവൽ എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ പറ്റി പറഞ്ഞു. പിന്നെ ക്വാളിഫിക്കേഷൻ എന്ത് വേണമെന്ന് പറഞ്ഞു? ഡിഗ്രി, ഏതെങ്കിലും അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള എനി ഡിഗ്രി മതി. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. ഇപ്പോ ഏകദേശം 5800ഓളം വേക്കൻസിയാണ് ഡിഗ്രിക്കാർക്ക് വിളിച്ചിരിക്കുന്നത്. അതിൽ 615 വേക്കൻസീസ് ആണ്, 615 നോട്ടിഫിക്കേഷൻസ് ആണ് സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്ക് വന്നിരിക്കുന്നത്. 615 വേക്കൻസീസ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എത്ര വയസ്സാണ്? 18 മുതൽ 33 വയസ്സിന്. 18 എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഡിഗ്രി നമ്മൾക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിൽ 20 അല്ലെങ്കിൽ 21 വയസ്സ്. ഓക്കെ, അതിനും 33ക്കും ഇടയ്ക്കുള്ള ഏതൊരാൾക്കും എന്ത് ചെയ്യാം? ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഏജ് ലിമിറ്റ് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ഇതാണ്. ഇത് ജനറൽ കാറ്റഗറി ആണ് ഞാൻ പറഞ്ഞത്. OBC ആളുകൾക്ക് ഒരു 3 ഇയർ റിലാക്സേഷൻ ഉണ്ടാവും. SC/ST കാറ്റഗറി ആളുകൾക്ക് ഒരു 5 ഇയർ റിലാക്സേഷൻ ഉണ്ടാവും. അങ്ങനെ കുറെ ഏജ് റിലാക്സേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ടുള്ള ബേസിക് ആയിട്ട് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ NTPCയുടെ ഡിഗ്രി ലെവൽ, റെയിൽവേ NTPCയുടെ ഡിഗ്രി ലെവൽ എക്സാം എഴുതണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ. അപ്പം ഈ മെഡിക്കൽ സ്റ്റാൻഡേർഡ് പറഞ്ഞത് ഇത് സ്റ്റേഷൻ മാസ്റ്ററിന്റെ ആണ്. ഡിഗ്രി ലെവലിന്റെ എല്ലാ പൊസിഷൻസിനും നമുക്ക് A2ന്റെ ആവശ്യമില്ല. മെഡിക്കൽ സ്റ്റാൻഡേർഡുകൾ വേരി ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്ലറിക്കൽ പോസ്റ്റുകൾക്കൊന്നും A2ന്റെ ഒന്നും ആവശ്യം നിർബന്ധമല്ല. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി ലെവൽ എക്സാം അല്ലെങ്കിൽ NTPC ഗ്രാജുവേറ്റ് ലെവൽ എഴുതുന്നവർക്ക് ഇനി ഡിഗ്രി ഉണ്ടായിരിക്കുക,
20-നും 33-നും ഇടയ്ക്കായിരിക്കണം ജനറൽ ആളുകളുടെ ഇത് വരുന്നത്. കൂടാതെ നമ്മുടെ പേ ലെവൽ 6 പോസ്റ്റുകൾക്കാണെങ്കിൽ ബേസിക് സാലറി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഏകദേശം നമുക്കൊരു 75,000 ഒക്കെ കയ്യിൽ ഇൻ ഹാൻഡ് കിട്ടുന്നതാണ്. പിന്നെ നമ്മുടെ പ്രൊമോഷൻസും മറ്റു കാര്യങ്ങളും അനുസരിച്ച് ഇത് വേരി ചെയ്യും. കൂടാതെ 8th പേ കമ്മീഷനിലേക്ക് വരുമ്പോഴും എന്തുണ്ട്, നമുക്ക് സാലറി ഇൻക്രീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പൊ തർക്കങ്ങളൊന്നും ഇല്ലേ? അപ്പോ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ട് പഠിക്കണം അല്ലെങ്കിൽ കയറണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് നോട്ട് ചെയ്യാമല്ലോ, എല്ലാവരും ഒന്ന് നോട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. മാതാപിതാക്കളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കെല്ലാം എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഇത്തരം പ്രയോജനപ്പെടുന്ന വീഡിയോസ് മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് വെക്കണം, നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഷെയർ ചെയ്ത് വെക്കുക. അതുപോലെ ഇത്തരം പ്രയോജനപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതിനെ കൂടെ കൂട്ടിക്കൊണ്ടു പോവുക. എങ്കിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ്, തുടർന്നുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ എല്ലാവരും ഇത് നോട്ട് ചെയ്തല്ലോ. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത എനിക്ക് പറയാനായിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യമാണ്. ആ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ നേച്ചർ ഓഫ് ഡ്യൂട്ടിയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു ചലഞ്ചിങ് ജോബാണ്. ഇതൊരു ചലഞ്ചിങ് ജോബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റ്, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞ എക്സാമ്പിൾ ഓർമ്മയുണ്ടല്ലോ, ഒരു ഗവൺമെന്റ് ജോലി കിട്ടി വിശ്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് പറ്റിയ പണിയാണോ റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്? ഒരുപാട് ചലഞ്ചസ് ഉള്ള ജോലി ചെയ്യണമെന്ന്, ഒരു സർവീസ് ചെയ്യണമെന്ന ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷന്റെ അധികാരിയാണോ? നിങ്ങൾക്കറിയാലോ, നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ റെയിൽവേ സ്റ്റേഷൻസ് ഇല്ലേ, അവിടുത്തെ ഒരു സ്റ്റേഷന്റെ അധികാരിയാണ് ആരെന്ന് പറയുന്നത്, റെയിൽവേ സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അയാൾക്ക് എന്തെല്ലാം നേച്ചർ ഓഫ് ഡ്യൂട്ടീസ് ഉണ്ടായിരിക്കും? നിങ്ങളൊരു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടായിരിക്കും, ഷിഫ്റ്റ്, റൊട്ടേഷൻ, റെസ്പോൺസിബിലിറ്റി എല്ലാം ഇയാളുടെ കയ്യിലാണ്. കൂടാതെ എന്താ, ട്രെയിൻ മൂവ്മെന്റിന്റെ ഓതറൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ആരുടെ കയ്യിലാണ്? സ്റ്റേഷൻ മാസ്റ്ററിന്റെ കയ്യിലാണ്. സേഫ്റ്റി മാനേജ്മെന്റ്, ഒരു സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ട്രെയിനുകളുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ എമർജൻസി റെസ്പോൺസുകളെല്ലാം എടുക്കേണ്ടത് ആരാണ്? സ്റ്റേഷൻ മാസ്റ്ററാണ്. സ്റ്റാഫ് സൂപ്പർവൈസേഷൻ, ഒരു സ്റ്റേഷനിലെ പ്രധാനപ്പെട്ട സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഒരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു റെയിൽവേ സ്റ്റേഷൻ വെച്ചാൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അവരെ മാനേജ് ചെയ്യണം. ഒരുപാട് ട്രെയിനുകൾ വന്നു പോകുന്നുണ്ടായിരിക്കും, അതെല്ലാം ഏറ്റവും സ്മൂത്ത് ആയിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായിട്ട് കടന്നു പോകണം. കൂടാതെ ഒരുപാട് പബ്ലിക് കടന്നു വരുന്നൊരു പ്ലേസ് ആണ്. അവരുടെ സേഫ്റ്റി, അവർക്ക് ഏറ്റവും സുഗമമായ സർവീസ് കൊടുക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ആരുടേതാ? ഒരു സ്റ്റേഷൻ മാസ്റ്ററിൻ്റെതാണ്. ഓക്കെ, അപ്പൊ ഒരു സ്റ്റേഷൻ മാസ്റ്റർ നിസ്സാര കാര്യമാണോ? ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള, നല്ല ഉത്തരവാദിത്തമുള്ള, ഒരുപാട് ചലഞ്ചസ് ഒക്കെ ഉള്ള ഒരു ജോബാണ്. അപ്പൊ സീരിയസ്ലി നിങ്ങൾ ഇതിനെ കാണുന്നുവെങ്കിൽ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, സ്റ്റേഷൻ മാസ്റ്റർ മാത്രമല്ല, വേറെ ഒരുപാട് ഡിഗ്രി ലെവൽ പോസ്റ്റുകളുണ്ട്. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ജോബിന്റെ ചലഞ്ചസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡ്യൂട്ടീസ് എന്നുള്ളതാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി കുറെ ആളുകളുടെ സംശയം, സാർ ഇതെങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്യും? അതിനൊക്കെ ഒരു സൊല്യൂഷൻ ദിശ അക്കാഡമി തന്നെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ വരുന്ന കേരളപ്പിറവി ദിനത്തിൽ നമ്മൾ റെയിൽവേ NTPC അടുത്ത വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടി പുതിയ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക. ലൈവ് ക്ലാസ്സുകൾ, ഇപ്പൊ ലൈവ് ക്ലാസ്സുകൾ ചുമ്മാ അങ്ങ് സ്റ്റാർട്ട് ചെയ്യല്ല. നവംബർ 1-ാം തീയതി മുതൽ ലൈവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, സാർ നിങ്ങളുടെ ക്ലാസ്സുകളുടെ ഒരു ഡെമോ കണ്ടിട്ട് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു 1 വീക്ക് ഫ്രീ ഡെമോ സെഷൻസ് നമ്മൾ നടത്താനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കോഴ്സുകൾ കണ്ട് പഠിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ അറിയാം, ദിശ അക്കാഡമിയുടെ ആധികാരികത അറിയണമെങ്കിൽ 2019 മുതൽ റെയിൽവേ എക്സാമുകളുടെ നമ്മൾ ചെയ്ത വീഡിയോസ് നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ അവൈലബിൾ ആണ്. നിരവധി വിദ്യാർത്ഥികൾ ആ വീഡിയോ ക്ലാസ്സുകൾ കണ്ട് തന്നെ പല എക്സാമുകളും ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനിയും ഈ ജോബിലേക്ക് കയറണമെന്ന് ആഗ്രഹിക്കുന്ന ദിശ അക്കാഡമി മെയിൻലി ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ റെയിൽവേ എക്സാമുകളിലേക്ക് കേരളത്തിലുള്ള മിടുക്കന്മാരായ ചുണക്കുട്ടികളായ ആളുകളെ, നമ്മുടെ ആളുകളെ അവിടേക്ക് പറഞ്ഞു വിടുക അല്ലെങ്കിൽ അവിടേക്ക് എത്തിക്കുക എന്ന് പറയുന്ന അവസരങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരിക എന്നുള്ള വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സോ ലൈവ് ക്ലാസ്സുകൾ നമ്മൾ RRB NTPC സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് നവംബർ 1-ാം തീയതി മുതൽ. അപ്പൊ കുറെ പേര് ചോദിച്ചതാണ്, സാർ ഞങ്ങൾക്ക് ഈ ക്ലാസ് ഒന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് ശേഷം പഠിക്കാൻ പറ്റുമോ?
RRB NTPC ഫ്രീ ബാച്ചാണ് നമ്മൾ നവംബർ 1 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വീതം നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ, എല്ലാ ദിവസവും 2 ക്ലാസ്സുകൾ വീതം. അപ്പൊ ഈ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ ആദ്യം എങ്ങനെയാണ് ഈ എക്സാമിലേക്ക് ചുവട് വെക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ഫ്രീ ക്ലാസ്സുകളാണ് വരുന്നത്. ഇനി അങ്ങോട്ട് തുടർന്ന് ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ വരും. ഇനി അതിനെ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ എക്സാമിന് സീരിയസ് ആയിട്ട് പഠിക്കാം. ഏത് ഭാഗത്ത്, കേരളത്തിന്റെ ഏത് ഭാഗത്താണേലും പഠിക്കാം. ഇനി ഓഫ്ലൈനായിട്ട് പഠിക്കേണ്ടവർക്ക് നമ്മുടെ ഓഫ്ലൈൻ സെന്ററുകൾ കേരളത്തിൽ 5 പ്ലേസിലുണ്ട്. അറിയാലോ, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, കൊല്ലം, കോഴിക്കോട്, തൃശ്ശൂർ പ്ലേസുകളിലുണ്ട്. ദിശയുടെ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ നമ്പറുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ കേരളത്തിന്റെ ഏത് സെന്ററിലേക്ക് നിങ്ങൾക്ക് വന്ന് പഠിക്കാം. അതല്ല, ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രീ സെക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ നവംബർ 1 മുതൽ 1 വീക്ക് നടക്കുന്ന സെക്ഷൻ. അപ്പോൾ നവംബർ 1 വൈകിട്ട് 7 മണിക്ക് വരുന്ന ലൈവ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ബാക്കിയുള്ള പരിപാടി എല്ലാം മാറ്റി വെച്ച് കണ്ടോളൂ മക്കളെ. നിങ്ങൾക്ക് ശരിക്കും പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും, ഒരു തർക്കവുമില്ല. അപ്പോ ഞാൻ ഇതൊന്ന് ക്ലാസിന്റെ കാര്യം എങ്ങനെ പഠിക്കണം എന്ന് ആശങ്കപ്പെടുന്നവർക്ക് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഈ സെഷനിൽ ചെയ്തത്. ഇനി വർക്ക് ലൈഫ് ഇമ്പാക്ട്, അപ്പൊ അവിടെ എന്താണ് നമ്മൾ നേരിടേണ്ടി വരുന്ന ചലഞ്ചസ്, എന്താണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ്, ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഈ പറയുന്ന പോലെ നോ ഫിക്സഡ് വീക്കെൻഡ്സ് അല്ലെങ്കിൽ നോ ഫിക്സഡ് ടൈമിങ്സ്. പലപ്പോഴും ഈ ജോലികളുടെ പ്രത്യേകത അതാണ്. നമ്മൾ ജോലി കിട്ടിയിട്ട് ലീവ് എടുത്ത് വെറുതെ ഇരിക്കാം അല്ലെങ്കിൽ ലീവ് എടുക്കാം എന്ന് വിചാരിക്കുന്നവരൊന്നും ഈ ഭാഗത്തേക്ക് പോകരുത്. ഇത് അത്യാവശ്യം ചലഞ്ച് ഉള്ള ഒരു ഏരിയ ആണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ചലഞ്ചസ്? നമുക്ക് ചിലപ്പം വർക്ക് ടൈം ചിലപ്പോൾ കുറച്ച് കൂടുതൽ വന്നെന്നിരിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഫിക്സഡ് ടൈമിങ്ങുകളൊന്നും ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. ടൈമിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് വരാം. അതുപോലെ തന്നെ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, നമ്മൾ അവിടേക്ക് എത്തേണ്ടതായിട്ട് വരും. ഇതൊക്കെയാണ് ഞാൻ അവിടെ ചലഞ്ചസിൽ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചലഞ്ചുകളുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇതൊക്കെ ഒരു ചുമ്മാതെ നിസാരമായിട്ട് നടക്കുന്ന കാര്യമാണെന്ന് പറയാം. അങ്ങനെ പറയുന്നില്ല. ഓരോന്നും മനസ്സിലാക്കി വേണം ദിശയെ സ്നേഹിക്കുന്ന ദിശ അക്കാഡമിയോട് കൂടെ ചേർന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അതിലേക്ക് എൻ്റർ ചെയ്യാൻ. അപ്പൊ സ്റ്റേഷൻ മാസ്റ്റർ ജോബിലേക്ക് വരുമ്പോൾ ചലഞ്ചസ് ഉണ്ട്. ബെനിഫിറ്റ്സ് എന്താണ്? ദ ഹയസ്റ്റ് റെസ്പെക്ട് അതോറിറ്റി റെയിൽവേ ഹൈറാർക്കിയാണ്. നിങ്ങൾക്കൊരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമായ റെയിൽവേയിൽ ഒരു ഹയസ്റ്റ് പോസ്റ്റിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള പോസ്റ്റാണ് ഏതെന്ന് പറയുന്നത് റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ്സ് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അതിന്റെ ചലഞ്ചസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഒരു തീരുമാനം എടുക്കുക. എനിക്ക് ഈ ചലഞ്ചസ് ഒക്കെ ഉൾക്കൊണ്ട് വർക്ക് ചെയ്യാൻ തയ്യാറാണോ? നാട്ടിൽ തന്നെയുള്ള ജോബാണ്, പക്ഷെ അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജോബാണ്, ഉത്തരവാദിത്തമുള്ള ജോബാണ്. പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളത് ഒരു സ്റ്റേഷൻ മാസ്റ്റർ എന്ന് പറയുന്ന പോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉള്ളൊരു പോസ്റ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും മക്കളെ. നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമ്മുടെ സമൂഹത്തിന് വേണ്ടി സർവീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. റെയിൽവേ സർവീസിലേക്ക് നിങ്ങൾക്ക് കയറി ഫസ്റ്റിലെ തന്നെ പേ ലെവൽ 6ലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നു. പിന്നീട് പല പല പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് കയറിപ്പോൻ പറ്റും. അതുകൂടെ വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ മക്കളെ. ഏതാണ് ആ പോസ്റ്റുകൾ? കരിയർ. നമ്മുടെ കരിയർ എങ്ങനെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റേഷൻ മാസ്റ്ററിലാണ് നമ്മൾ തുടങ്ങുന്നതെങ്കിലും നമുക്ക് ഇങ്ങനെ പോകാം. ഏതാണ്? സ്റ്റേഷൻ സൂപ്രണ്ടന്റ് പോസ്റ്റ് ഉണ്ട്, അസിസ്റ്റന്റ് ഓപ്പറേഷൻ മാനേജർ ഉണ്ട്, ഡിവിഷണൽ ഓപ്പറേഷൻ മാനേജർ ഉണ്ട്, ടോപ്പ് റെയിൽവേ മാനേജ്മെന്റ് ഉണ്ട്. അതായത് ഇതിനകത്ത് ആദ്യം നമ്മൾ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടാണ് കയറുന്നതെങ്കിൽ രണ്ടാമത് നമുക്ക് എന്ത് തരും? ചെറിയ ഭയങ്കര തിരക്കുള്ള സ്റ്റേഷൻസ് അല്ല, ചെറിയ കൊച്ചു 2ൽ കൂടുതൽ സ്റ്റേഷനുകളുടെ ചാർജ് തരും, സൂപ്രണ്ടന്റ് പോസ്റ്റ് തരും. അതുപോലെ പിന്നീട് അത് നിങ്ങൾ ഓക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലാർജസ്റ്റ് ഡിവിഷൻസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിവിഷണൽ മാനേജ്മെന്റിലേക്ക് നിങ്ങൾ വരും. അതിനുശേഷം നിങ്ങൾ ടോപ്പ് ഒരു സോൺ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന എബിലിറ്റിയിലേക്ക് നിങ്ങൾ മാറും. അപ്പോൾ അത്യാവശ്യം നല്ല പ്രൊമോഷൻ, ഞാൻ ഈ കാണിച്ചിരിക്കുന്ന പ്രൊമോഷൻ സാധ്യതകൾ ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ പോസ്റ്റിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് എൻ്റർ ചെയ്യുന്നതെങ്കിലും പിന്നീട് എന്താണ് പല പല പോസ്റ്റുകളിലേക്ക് നമുക്ക് ഇങ്ങനെ മാറാനായിട്ട് സാധിക്കും. അപ്പൊ എന്ത് ചെയ്യുക? ഇതൊരു ബിഗ്ഗസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വർക്ക് ചെയ്യണം, നന്നായിട്ട് വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കിടിലം
കിടിലമായിട്ടുള്ള പോസ്റ്റാണ് റെയിൽവേയുടെ സ്റ്റേഷൻ മാസ്റ്റർ. ചലഞ്ചസ് ഏറ്റെടുത്ത് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഏതൊരാളും നന്നായിട്ട് പഠിക്കാൻ തയ്യാറായിക്കോളും. അങ്ങനെ തയ്യാറാവുന്നവർക്ക് ദിശ അക്കാഡമി, നിങ്ങൾ തുടക്കക്കാരനായിക്കോട്ടെ, നിങ്ങൾ ഒരു വട്ടം വർക്ക് ചെയ്തിട്ടുള്ളവരായിക്കോട്ടെ, എന്ത് ചെയ്യുക, ദിശ അക്കാഡമി പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കാണാനായിട്ട് ശ്രമിക്കും. ഇനി ഡിഗ്രി ഇല്ലാത്തവർക്ക് എന്തുണ്ട്, അണ്ടർ ഗ്രാജുവേറ്റിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ TT ഒക്കെ ആവാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അണ്ടർ ഗ്രാജുവേറ്റിന്റെ നോട്ടിഫിക്കേഷനും ഇപ്പൊ ലൈവാണ്. +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം. അപ്പൊ എന്തോരം ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് TT പോസ്റ്റിലേക്ക്, ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് ഒക്കെയുള്ള വേക്കൻസിയും ഇപ്പോൾ അവൈലബിൾ ആണ്. നോട്ടിഫിക്കേഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. അത്തരം ആളുകളും എന്ത് ചെയ്യുക, ഇപ്പൊ നമ്മുടെ ചാനലിൽ അതിന്റെ എല്ലാം വീഡിയോ ഉണ്ട്, ശ്രദ്ധിച്ച് കാണാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ നവംബർ 1-ാം തീയതി തുടങ്ങുന്ന ബാച്ച് കൃത്യമായിട്ട് 7 മണിക്ക് വരുന്ന ലൈവ് നിങ്ങൾ ഫോളോ ചെയ്യുക. എങ്ങനെ പഠിക്കണം, എങ്ങനെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാമെന്നുള്ള ഫ്രീ സെഷൻസ് 1 വീക്ക് നീണ്ടു നിൽക്കുകയാണ്. അപ്പൊ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ വളരെ സ്നേഹത്തോടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അപ്ലൈ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരെയും ക്ലാസ്സിലേക്കും ഞാൻ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.